നമസ്കാരം സുഹൃത്തുക്കളെ. ഇറാനിലെ തന്നെയാണ് വിഷയം. ഇറാനിലെ ഒരു ചിത്രം വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുവതി ആ, അവരുടെ ആരാധനാ നേതാവായിട്ടുള്ള ഖമേനിയുടെ ചിത്രം കത്തിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു ചിത്രം വൈറലാവുകയാണ്. ഈ ചിത്രം ഞാൻ പോപ്പുലറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാനത് എല്ലാവരോടും അത് പ്രചരിപ്പിക്കാൻ പറയുകയോ ചെയ്യുകയല്ല. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് വിധികൾ അല്ലെങ്കിൽ മൂന്നോളം അവിടുത്തെ ഇറാനിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. ഏറ്റവും വലുതെന്ന് പറയുന്നത് അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനിയുടെ ചിത്രം ഒരു കാരണവശാലും അവർക്ക് അപകീർത്തികപരമായ രീതിയിൽ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ കത്തിക്കാനോ തുറച്ചു നോക്കാനോ പോലും പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റം, ഒരുപക്ഷെ മരണശിക്ഷ വരെ കിട്ടാവുന്ന ശിക്ഷയാണ് പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയുടെ ചിത്രം കത്തിക്കൽ. ഒന്നാമത്തെ വലിയ തെറ്റ്. രണ്ടാമതെന്ന് പറയുന്നത് ഹിജാബ് ഇല്ലാതെയാണ് യുവതി ഇതൊക്കെ ചെയ്യുന്നത്. ഹിജാബ് ധരിക്കാത്ത എൻ്റെ അറിവിൽ ഇറാനിൽ ഒരു കുറ്റമാണ്, ഇല്ല എന്നും പറയുന്നു. കാരണം അടുത്ത കാലത്ത് വീഡിയോസിലൊക്കെ പെൺകുട്ടികൾ ഹിജാബ് ഇല്ലാതെ പൊതുസ്ഥലത്ത് നടക്കുന്നത് കാണാൻ സാധിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. മൂന്നാമത്തെ വലിയ തെറ്റ് എന്ന് പറയുന്നത് പുകവലിക്കുക പൊതുസ്ഥലത്ത്. യുവതികൾക്ക് ഹറാമാണ് എന്നെൻ്റെ അറിവിൽ, അതായത് നിഷിദ്ധമാണ്, അവർക്കത് ചെയ്യാൻ സാധിക്കില്ല പൊതുസ്ഥലത്ത്. എന്താണ് ഈ ചിത്രം? ഇറാനിൽ നിന്നാണോ അതോ വല്ല അമേരിക്കയിൽ നിന്നാണോ അതോ വേറെ എവിടെങ്കിലും ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു ആധികാരികത നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ചിത്രം വളരെ വൈറലാവുകയാണ്. ഇതിന്റെ പുറകിൽ ആരാണ്, എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, പട്ടാളക്കാർ അടിച്ചോടിക്കുന്നു. ഈ ദിനം പ്രതി പല നഗരങ്ങളിലേക്കും പകരുകയാണ്. ഇവിടെ ഞാൻ പറയുന്നു വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ ഒരു വാർത്ത കടന്നു വരികയാണ്, 200ഓളം പേരെ വെടിവെച്ചു കൊന്നുവെന്ന്. ടൈം മാഗസിൻ പറയുകയാണ്, അമേരിക്കൻ ഒരു വേസ്റ്റ് ആയിട്ട് മാഗസിൻ ടൈം മാഗസിൻ പറയും 200 പേരെ കൊന്നു എന്ന് പറയുന്നു, വെടിവെച്ച്. അതൊരു ഡോക്ടറാണ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നു വെടിയേറ്റുകൊണ്ട് 200 പേർ വന്നുവെന്ന്. ഈ ഡോക്ടർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പണ്ടൊക്കെ ഒരു ബഹുമാനമായിരുന്നു, മറ്റേ ദില്ലി സ്ഫോടനത്തിന് ശേഷം സത്യം പറഞ്ഞാല് ഡോക്ടർമാരുടെ ഒരു ബഹുമാനം അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് ഡോക്ടറെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു പറയുമ്പോൾ അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ അങ്ങോട്ടൊരു ഒരു ചെറിയൊരു ഒരു ഒരു വൈമുഖ്യം. ഇത് ആരൊക്കെയോ വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള നാടകമാണോ ഇത്? കാരണം ട്രംപ് പറഞ്ഞതാണ്, അതായത് പ്രകടനക്കാർക്കെതിരെ നിറയൊഴിച്ചാൽ അമേരിക്ക വരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു വെടിവെപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, കാരണം ഇറാനിൽ ഇന്റർനെറ്റ് ഒന്നുമില്ല, കംപ്ലീറ്റ് ബ്ലോക്കേജ് ആണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായിരിക്കും അവസ്ഥ എന്ന്. അവിടുന്ന് വരുന്ന ന്യൂസിന്റെ ഒരു ആധികാരികത നമുക്ക് അറിഞ്ഞുകൂടാ. സ്റ്റാർലിങ്ക് ഫ്രീ ആയി കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ഇതിന്റെ പുറകിൽ എന്ന് പറയുന്നത് ആരെയോ വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയാണ് ഇറാനിലെ ഒരു കൂട്ടം ആളുകൾ. ഒരുപക്ഷെ അമേരിക്കയായിരിക്കാം, അല്ലെങ്കിൽ മൊസാദിനെ ആയിരിക്കാം. മൊസാദ് അവിടെ വളരെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ പുറകിൽ മൊസാദ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അടിച്ചമർത്താൻ സാധിക്കാത്തത്? വളരെ ഭയങ്കര ഒരു ചോദ്യമാണ്. കാരണം 79കളിലും 98കളിലും ഒക്കെ വന്നപ്പോൾ അടിച്ചമർത്തി. കാരണം വളരെ സിമ്പിളാണ്. ഡിപ്ലോമാറ്റിക്കലി ഇറാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് കഴിഞ്ഞൊരു 6 മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ. ജൂണിലെ യുദ്ധത്തിന് ശേഷം സഹായിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ മുമ്പൊക്കെ ഇത് ഉണ്ടായപ്പോൾ ഇത് അടിച്ചമർത്താൻ ഫോറിൻ പടയാളികൾ, അതായത് വിദേശത്ത് നിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്ന പടയാളികളാണ് ഇതിനെ ഇത് പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹിസ്ബുള്ള ആയിരുന്നു. ഹിസ്ബുള്ള ചെറിയ പുള്ളയായിപ്പോയി. ഹിസ്ബുള്ള വെറും അവസാനിച്ചു, ശമ്പളം കിട്ടാതെ ആയപ്പോൾ അവരൊക്കെ വല്ല വാർക്കപ്പണിക്കും പോയി തുടങ്ങി. കുറെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വരുമായിരിക്കും, എന്തെങ്കിലും വാർക്കപ്പണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മതിരി വെട്ടാനൊക്കെ. ഹിസ്ബുള്ളയുടെ പരിപാടി തീർന്നു. അപ്പോൾ അതോടെ ഈ പുറത്തുനിന്ന് ആൾക്കാരെ കിട്ടാതായപ്പോഴാണ് ഈ പ്രക്ഷോഭം അടിച്ചമർത്താൻ സാധിക്കാതെ വരുന്നത്. കാരണം അവരുടെ IRGC തലവനായിട്ടുള്ള സുലൈമാനിയുടെ പ്രതിമയൊക്കെയാണ് അവർ കത്തിക്കുന്നതും. പ്രതിമ കത്തിക്കാൻ പറ്റില്ലോ അല്ലെ, പ്രതിമ ഇടിച്ച് തകർക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ അടിച്ചമർത്താൻ പറ്റാത്ത ഡിപ്ലോമാറ്റിക്കലി ഇറാൻ ഒറ്റപ്പെട്ടു പോയി. ട്രംപിന്റെ ശാസനയുണ്ട്, അതായത് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ അവിടെ വന്ന് ഈ കറാക്കസിൽ മഡൂറോനെ കൊണ്ടുപോയ പോലെ വരുമെന്നുള്ള ഭീഷണി നിൽക്കുന്നു. ആകെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അടിച്ചമർത്താനും സാധിക്കില്ല. ഇത് മുന്നോട്ട് പോയാൽ ഭരണം കൈമാറും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാരണം. മനസ്സിലായെന്ന് കരുതുന്നു. 3 വലിയ തെറ്റുകൾ ആ പെൺകുട്ടി ചെയ്തു. രണ്ടാമതെന്ന് പറയുന്നത് CIA ഭാഗത്തുനിന്നുള്ള ഈ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇനി വളരെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇൻ കേസ് ഇറാൻ തകർന്നാൽ ഇന്ത്യക്ക് എന്തായിരിക്കും നഷ്ടം വരാമെന്ന്, കോട്ടം അല്ലെങ്കിൽ നേട്ടം. കാരണം ഇന്ത്യയുടെ വളരെ അടുത്താണ്.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ റെജീം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് യാതൊരു പ്രശ്നമില്ല. നമ്മളുടെ കളവ് വളരെ സൗമ്യമായിട്ടാണ് ഇടപെടുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല ഇറാൻ. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാൻ പോലെ ആയാലും അമേരിക്ക വെച്ച് നോക്കുമ്പോഴൊക്കെ ശാന്തമാണ്. നമ്മളുടെ വളരെ അനുകൂലമായ നിലപാടാണ്. നമുക്ക് ചബർ പോർട്ടൊക്കെ തരുന്നുണ്ട്, നല്ല വിലയ്ക്ക് എണ്ണയും തരുന്നുണ്ട്. ഇനി ഇൻ കേസ് പുതിയൊരു മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയൊരു ട്രംപ് അനുകൂലമായിട്ടുള്ള ഒരു സർക്കാർ വന്നാൽ എന്തായിരിക്കും അവർക്ക് നയം നമ്മളോട് നമ്മൾ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ അമേരിക്ക പിടിമുറക്കുകയാണ്. പാകിസ്ഥാൻ നമുക്കറിയാം. ഇനി പാകിസ്ഥാനും കഴിഞ്ഞു, ഇറാനും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ശക്തിയാവാൻ പോകുന്ന ആരാന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആയിരിക്കും ശക്തിയാവാൻ പോകുന്നത്. കാരണം അമേരിക്കയുടെ അടുത്ത നടപടി എന്ന് പറയുന്നത് താലിബാന്റെ ബാഗ്രം, മറ്റേ അവിടെ ഒരു എയർബേസ് ഉണ്ട്. പണ്ട് ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ അമേരിക്ക ഉപേക്ഷിച്ചു പോയൊരു എയർഫോഴ്സ് ബേസ് ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചൈന കാണാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ പോയിട്ടില്ല. അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു നടപടി അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു പദ്ധതിയാണ്. അതിന് ട്രംപ് കരുതിയിരിക്കുന്ന സേന എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ കഴിഞ്ഞാൽ താലിബാൻ. താലിബാൻ ഇനി സംരക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ആർക്ക്? സുന്നി നേതാക്കന്മാർ. കാരണം സുന്നികളുടെ അമേരിക്ക ശക്തി ആർജിച്ചു, ഇസ്രായേൽ ശക്തി ആർജിച്ചു. അപ്പോൾ സുന്നികളുടെ ശക്തി താഴേക്ക് പോരുകയാണ്. അപ്പോൾ പഴയ പോലെ താലിബാനെ സഹായിക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട്, അതായത് അമേരിക്ക താലിബാനിൽ പോയി തോറ്റുപോയി, അവിടെ പോയി തോറ്റു പിന്മാറി. ഞാൻ പറയട്ടെ, അമേരിക്കയുടെ നയം എന്ന് പറയുന്നത് താലിബാനെ മര്യാദ പഠിപ്പിക്കാം. കാണ്ഡഹാർ IC-814 നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഡിസംബർ 31 മസൂർ അസദിനെ വിട്ടുകിട്ടാൻ വേണ്ടി IC-814 ദില്ലി കാഠ്മണ്ഡുന്ന് ദില്ലിയിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം തട്ടിക്കൊണ്ടുപോയ സ്ഥലമാണ് കാണ്ഡഹാർ. മോശക്കാരായിരുന്നില്ല അവർ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഒരു പാവങ്ങൾ അവിടെ വന്ന് കുറച്ച് മയക്കുമരുന്ന് കൃഷി, പിന്നെ അല്ലറ പെമ്പിള്ളാരെ പേടിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടിയിലേക്കായിട്ട് മുന്നോട്ട് പോവുകയാണ് താലിബാൻ. അവിടെ താലിബാനെ മര്യാദ പഠിപ്പിക്കലായിരുന്നു അമേരിക്കയുടെ മെയിൻ ഉദ്ദേശം. പിന്നെ ആ മലയുടെ മുകളിൽ ഒന്നുമില്ല, എണ്ണയില്ല, ധാതുക്കളില്ല, വെള്ളമില്ല. പിന്നെ എന്ത് മണ്ണാങ്കട്ടേക്ക് അവിടെ പോയിട്ട് കാര്യം? ഇവര് മര്യാദ പിടിച്ചു. പിന്നെ ഇനി അവിടെ അതുകൊണ്ട് അമേരിക്ക പോരാനുള്ള മെയിൻ കാരണം അതാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ബേസ് വേണം. താലിബാൻ ചില എതിർ ശബ്ദങ്ങൾ വരുന്നു. അത് പാകിസ്ഥാൻ ഉപയോഗിച്ച് അമേരിക്ക ഇല്ലാതാക്കുമ്പോൾ ഇന്ത്യക്കാണ് ഭീഷണി വരുന്നത്. കാരണം പാകിസ്ഥാൻ മസ്ബൂത് ഹോ ജായേഗ. അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ചാബർ പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ എണ്ണ എന്ന് പറയുന്ന അമേരിക്കയുടെ കൈകളിലായിരിക്കും വ്യാപാരം. ആ ഒരു ഇടനാഴി, ചെങ്കടലിൽ കൂടെയുള്ള ഇടനാഴി കംപ്ലീറ്റ്ലി അമേരിക്ക കൈയടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം: പണം വേണം, പിന്നെ ഗതാഗത സംവിധാനങ്ങൾ. അതായത് ചരക്ക് ഗതാഗതം ആരാണ് നിയന്ത്രിക്കുന്നത്? അതും അമേരിക്ക കിട്ടിക്കഴിഞ്ഞാൽ അല്പം ശുഭസൂചനമായിരിക്കില്ല ഇന്ത്യയുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതും പറയേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഒരു റിയ ഫൽഹിവിന്നോ എന്ന് പറയുന്ന ഒരു ഷാ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അമേരിക്കയിൽ ലണ്ടനിലും കൊണ്ടാണ് പുള്ളി പറയുകയാണ്, 6:30 മണിക്ക് ഇറാനിൽ നിങ്ങൾ ഏതോ സ്ക്വയറിൽ വരണം, നിങ്ങൾ അതാ ചെയ്യണം, ഇത് ചെയ്യണം. വിദേശത്തിരുന്നു കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്കൊന്നും അവിടെ ഒരു വിലയില്ല. വ്യക്തമായി പറയുകയാണ്. ഇനി അയാൾ തിരിച്ചു വന്നാൽ പോലും 6 മാസം കഴിയുമ്പോൾ അയാൾ ഇവർ പിടിച്ച് പുറത്താക്കും. ഈ 4ആയി വിഭജിക്കും ഈ രാജ്യം. ഒരു വിഭാഗം ഷാന്റെ കൂടെ പോവും, മറ്റേ വിഭാഗം ഖമേനിയുടെ കൂടെ പോവും, മൂന്നാമത്തെ ഈ കുർദിഷ് നാലാമത്തെ, എങ്ങനെയൊക്കെയോ 4ആയി പോവും. അതുകൊണ്ട് ഇയാൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ചെന്നുകൂടാ? ഇറാനിൽ പോയി നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൂടാ? ഒരു പക്ഷെ മരണപ്പെടും, അല്ലെങ്കിൽ ഒരു പക്ഷെ എന്തും സംഭവിക്കാം. അതൊന്നും ചെയ്യാതെ എവിടെയോ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. 6:30 മണിക്ക് നിങ്ങൾ ഇന്ന സ്ക്വയറിൽ വന്ന് ഇന്നത് ചെയ്യണം, പോലീസ് സ്റ്റേഷൻ പിടിക്കണം, പട്ടാളക്കാരെ ആക്രമിക്കണം. ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കൊന്നും വലിയ സ്പോട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ അത് വ്യക്തമാക്കി പറയും. ഇനി അദ്ദേഹത്തെ അമേരിക്ക കൊണ്ട് വെച്ചാൽ പോലും 6 മാസം കഴിയുമ്പോൾ വീണ്ടും പ്രക്ഷോഭം ഉണ്ടാവും. 79 ഇതിനും വേക്കാട്ടും വലിയ പ്രക്ഷോഭമായിരുന്നു ഇവിടെ. അന്ന് മീഡിയ അറിയാതെ പോയതാണ്. വ്യക്തമാക്കി കേൾക്കുക. ആരും മോശക്കാരൊന്നുമല്ല, വളരെ നല്ല ജനങ്ങളാണ്. പേർഷ്യൻ സംസ്കാരം, പാവങ്ങളാണ്, നല്ല വ്യക്തികളാണ്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖം മാത്രമാണ്. പക്ഷെ ഡോക്ടർമാരെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് കേട്ടുകൊണ്ട് അമേരിക്ക അവിടെ പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.